ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം സിനിമകളിലും ഭക്ഷണത്തിലും മാത്രം ഒതുങ്ങുന്നില്ല. നൂറ്റാണ്ടുകൾ നീണ്ട വ്യാപാരം, കുടിയേറ്റം, തത്വചിന്താപരമായ ആശയങ്ങളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഇന്ത്യ ലോകത്തിന്റെ വിവിധ കോണുകളുമായി അതിശയിപ്പിക്കുന്ന ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധമില്ലെന്ന് തോന്നുന്ന ചില രാജ്യങ്ങളാണിത്. ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയായിട്ടും ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള 5 അത്ഭുതകരമായ രാജ്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. മെക്സിക്കോ. വ്യാപാരങ്ങൾക്കപ്പുറമുള്ള ബന്ധം. എരിവുള്ള ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ മെക്സിക്കോയ്ക്കും ഇന്ത്യക്കും സാമ്യമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ബന്ധം അതിലും ആഴത്തിലുള്ളതാണ്. പോർച്ചുഗീസ് വ്യാപാരികളിലൂടെ മെക്സിക്കൻ മുളകും വാനിലയും ചോക്ലേറ്റും ഇന്ത്യയിലെത്തിയപ്പോൾ കുരുമുളകും ഏലവും പോലുള്ള ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെത്തി അവരുടെ ഭക്ഷണ രീതിയെ സ്വാധീനിച്ചു. ഇത് കൂടാതെ ആയുർവേദത്തോട് സാമ്യമുള്ള കുറാൻഡെറിസ്മോ എന്ന പരമ്പരാഗത മെക്സിക്കൻ ചികിത്സാ രീതിയും ഇവർക്കുണ്ട്. മെക്സിക്കൻ സംസ്ഥാനമായ ഒക്സാക്ക എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യ ദിനം ആഘോഷിക്കുകയും യോഗയും നൃത്തവും ഒക്കെയായി ഇന്ത്യൻ സംസ്കാരത്തെ ആദരിക്കുകയും ചെയ്യുന്നു. മെക്സിക്കോ സിറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുമുണ്ട്. ജപ്പാൻ. ബുദ്ധമതത്തിലൂടെയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. AD 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ചൈന, കൊറിയ വഴി ജപ്പാനിലെത്തി. ബുദ്ധന്റെ ജന്മസ്ഥലമായ ബോഗയിലേക്ക് ജപ്പാനീസ് സന്യാസികൾ ഇപ്പോഴും തീർത്ഥാടനം നടത്തുന്നുണ്ട്. എന്നാൽ ഈ ബന്ധം മതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. 1900-കളിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തമിഴ് സ്വാതന്ത്ര്യ സമര സേനാനിയായ രാഷ് ബിഹാരി ബോസ് ജപ്പാനിൽ അഭയം തേടിയെത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഒരു ജാപ്പനീസ് സ്ത്രീയെ വിവാഹം കഴിച്ച് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാൻ സഹായിക്കുകയും ചെയ്തു. ടോക്കിയോയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം പോലുമുണ്ട്. ഗ്രീസ്. ഇന്തോ ഗ്രീക്ക് ബന്ധം കേവലം ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി BC 326-ൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ആക്രമിച്ചതിന് ശേഷമാണ് ഇന്തോ ഗ്രീക്ക് സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് മൈനോർഡൻ ഒന്നാമനെ പോലുള്ള രാജാക്കന്മാർ ഏകദേശം 200 വർഷത്തോളം ഭരിച്ചു. ഗ്രീക്ക്, സംസ്കൃത ലിപികളുള്ള നാണയങ്ങൾ ഇതിന് തെളിവുകളാണ്. ഗാന്ധാര കലാരൂപങ്ങളെ ഗ്രീക്ക് ശൈലി വളരെയധികം സ്വാധീനിച്ചു. പുരാതന കാലത്തെ ഈ ബന്ധങ്ങൾ ഇന്ന് ശക്തമായ നയതന്ത്ര ബന്ധങ്ങളായി വളർന്നിരിക്കുന്നു. ഗ്രീസിൽ ഇന്ത്യൻ വിവാഹങ്ങൾ നടക്കുന്നത് ഇന്നും സാംസ്കാരിക ക്രോസ് ഓവറിന്റെ ഉദാഹരണമാണ്. സുരിനാം. തെക്കേ അമേരിക്കയിലെ ചെറിയ രാജ്യമായ സുരിനാമിൽ വലിയ ഇന്ത്യൻ സമൂഹമുണ്ട്. 1873-നും 1916-നും ഇടയിൽ ഡച്ച് ഭരണകൂടം കൊണ്ടുവന്ന കരാർ തൊഴിലാളികളുടെ പിൻഗാമികളാണിവർ. ഇന്ന് ജനസംഖ്യയുടെ 27% ഭോജ്പുരി സംസാരിക്കുന്ന ഇന്ത്യൻ വംശജരാണ്. ഇവിടെ ദീപാവലി ദേശീയ അവധിയാണ്. സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നു. ബോളിവുഡ് സിനിമകൾക്ക് വലിയ പ്രചാരമുണ്ട്. മുൻ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിലൂടെ തുടങ്ങുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ ആൻഡിജനിലാണ് ബാബർ ജനിച്ചത്. മധ്യേഷ്യയിൽ നിന്ന് വടക്കേ ഇന്ത്യ കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറിന്റെ കഥകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബാബർനാമയിൽ വിശദീകരിക്കുന്നുണ്ട്. സിൽക്ക് റോഡിലൂടെയുള്ള വ്യാപാരം ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. സമർഖണ്ഡ്, ബുഖാറ തുടങ്ങിയ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൂടെ ഇന്ത്യൻ വ്യാപാരികൾ വ്യാപാര പാതകൾ സ്ഥാപിച്ചു. ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ബാബർ പൈതൃക ടൂറുകൾ പോലും നടത്തുന്നുണ്ട്. ഈ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്കും വഴിയൊരുക്കി. ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം എങ്ങനെ വ്യാപിക്കുന്നു എന്ന് ഈ രാജ്യങ്ങളുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നുകൂടിയാണ്.